പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിഡ് ഓപ്പറേഷൻസ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. സോ നമ്മൾ ബിഗിനർ ലെവലിൽ ലാറവലിൻ്റെ ഒരു ട്യൂട്ടോറിയലിൽ ഫസ്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. സോ അത് കംപ്ലീറ്റ്ലി ആ ബിഗിനർ ലെവലിലുള്ള എല്ലാ വീഡിയോസും കൂടി കൂട്ടി ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ പ്ലേലിസ്റ്റ് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക. സ്റ്റാർട്ടിങ് മുതൽ കണ്ടാൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ലാറവലിൻ്റെ ബിഗിനർ ലെവലിലുള്ള ഒരു ട്രെയിനിങ് ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതായത് ബിഗിനർ ലെവലിൽ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അതിനുശേഷം നമ്മളിന്ന് ഇൻ്റർമീഡിയറ്റിലേക്ക് പോകണം. ഓക്കെ, സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലാറവലിൽ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കാര്യം ആണ് പേജിനേഷൻ. സോ ഇന്ന് നമ്മൾ പേജിനേഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ യൂസേഴ്സിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കാണിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ചെയ്തു. ഓക്കെ, സോ ഇനി അതിലെ റീഡ് എന്ന് പറയുന്ന ക്രിഡ് ഓപ്പറേഷൻസിൻ്റെ റീഡിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തരാൻ പോകുന്നത്. യൂസേഴ്സിൻ്റെ റീഡ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഒരു പേജിൽ ഒരു 10 ലക്ഷം ഡാറ്റ ഒരു ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പേജിൽ കാണിക്കുക എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അതൊരിക്കലും അത് ലോഡായി തീരാനും സമയം എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളും പെർഫോമൻസ് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. സോ അങ്ങനത്തെ വരുന്നൊരു കേസിൽ വന്ന സംഭവമാണ് പേജിനേഷൻ എന്ന് പറയുന്നത്. പേജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു ഇത്ര നമ്പർ ഓഫ് ഡാറ്റ ആയിരിക്കും ഫസ്റ്റ് കാണിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരു ബട്ടണും കാര്യങ്ങളും കൊടുത്തിട്ട് അടുത്ത പേജിൽ അടുത്ത 10 എണ്ണം, അതിനുശേഷം പിന്നെ 10 എണ്ണം. അപ്പോൾ ഓരോ കുറി റൺ ആകുന്ന സമയത്തും വെറും 10 എണ്ണം മാത്രമേ ഡാറ്റ എടുക്കത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ എടുത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, ആ ഷോ ചെയ്യുന്ന ലിസ്റ്റിനെ നമുക്ക് എന്താക്കുക ക്ലീൻ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു യൂസറിന് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടും കാര്യങ്ങളുടെ ലെവലിൽ എല്ലാം കാണിക്കാൻ പറ്റും. സോ ഇന്നെങ്ങനെയാണ് പേജിനേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് 2-3 കാര്യങ്ങളാണ് ഞാൻ ചെയ്ത മുതൽ. ഇത് സ്റ്റാർട്ടിങ് ചെയ്ത 12ാമത്തെ വീഡിയോ ആണ്. ഈ 12ാമത്തെ വീഡിയോയിൽ ഏറ്റവും ലെങ്ത് കുറവുള്ള വീഡിയോ ആവാനേ ഇത് ചാൻസ് ഉള്ളൂ. ബിക്കോസ് അത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ളത്. സോ നമ്മൾ പോവാണ്. നമ്മൾ യൂസേഴ്സിൻ്റെ ഗെറ്റ് ചെയ്ത പേജ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ നേരെ എടുത്ത് ഇവിടെ വന്നു. ഇതാണ് നമ്മളെ ഹോം പേജ് വരുന്നത്. ഓക്കെ, സോ ഈ ഹോം പേജിൻ്റെ നമ്മൾ റൺ ചെയ്ത കുറേ ഇതാണ്. വിത്ത് ട്രാഷ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റുള്ള ലിമിറ്റ് 10 എണ്ണം. ലിമിറ്റ് നമ്മൾ 10 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ 10 എണ്ണം മാത്രം നമുക്ക് വന്നാൽ മതി എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് 10 എണ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല, നമുക്ക് എന്താവണം, ലിമിറ്റ് വേണ്ട. അതായത് എല്ലാം കിട്ടണം, എല്ലാം കാണിക്കണമല്ലോ. പേജിനേഷൻ ചെയ്യുന്ന സമയത്ത് 10 എണ്ണം, ഇത് 10 എണ്ണം മാത്രമേ എടുക്കുള്ളൂ. സോ ലിമിറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താക്കുന്നത്, റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, ഒന്ന് റിഫ്രഷ് ആയി വന്ന് ഒരു സമയം എടുത്ത് നമുക്ക് 10,000ഓളം ഡാറ്റ നമ്മുടെ ടേബിളിൽ കിടക്കുന്നുണ്ട്. ഇത് കിടന്ന് കറങ്ങുന്ന കണ്ടില്ലത്. സോ ഇത് ഇതിപ്പോൾ ലോഡായി കംപ്ലീറ്റ് ആയി. ഇത് കണ്ടില്ല, ഇവിടുത്തെ സ്ക്രോളർ കണ്ടില്ലേ, ഇത്രയും ചെറുതാണ്, അത്രയും ഡാറ്റ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് കണ്ടില്ലേ. സോ 10,000 ഡാറ്റ ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളത് നോക്കാം. ഇതുണ്ടല്ലേ, ഇത്രയും വന്നിട്ടുള്ളൂ. ഇനിയും എല്ലാം അത് സ്ക്രോളറൊക്കെ ആയി, ആക്റ്റീവ് ആയിട്ടുള്ള ഇത്രയും ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്ക് ഇങ്ങോട്ട് ഡാറ്റ കിട്ടി. ഓക്കെ, സോ ഇതെന്നിട്ട് മുകളിലേക്ക് പോകാത്ത ഓക്കെ. സോ ഇതിങ്ങനെ നമ്മൾ ഒരിക്കലും കാണിച്ചു കൊടുക്കുന്നത്, ബിക്കോസ് ഇതൊരു 10,000 മാത്രമല്ല, ചിലപ്പോൾ 10 ലക്ഷമുള്ള ടേബിളിലുള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫോമൻസ് ലെവൽ ഇഷ്യൂ ആയിട്ട് വരും. സോ ഇതിപ്പോൾ ലോക്കൽ ആയതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വന്നത് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ ലൈവിലേക്ക് പോകുന്ന സമയത്തൊക്കെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡിലേയും കാര്യങ്ങളും വരും. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പേജിനേഷൻ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ലാറവലിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല. ഈ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പേജിനേറ്റ് എന്നാക്കുന്നു. ഓക്കെ, സോ ഈവനോട് ലാറവൽ പറയുന്നത് മോഡലിനോട് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് വാ, അതിൻ്റെ ഒപ്പം ഇതിനെ പേജിനേറ്റ് ചെയ്യ്. എത്ര എണ്ണം വെച്ചിട്ട്, 10 എണ്ണം വെച്ചിട്ട് പേജിനേറ്റ് ചെയ്യും. ഞാൻ തൽക്കാലത്തിന് ഒരു 6 എണ്ണം കൊടുക്കുന്നുണ്ട്. എൻ്റെ മാക്കേറിൻ്റെ സ്ക്രീൻ ആയതുകൊണ്ട് ചെറിയ സ്ക്രീനാണ്, അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ അതിൻ്റെ കാണാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ എന്താക്കുന്നത്, റിഫ്രഷ് ചെയ്യുന്നു, പേജിനേറ്റ് കൊടുത്ത് 6 എണ്ണം വെച്ചിട്ട് എനിക്ക് പേജിനേറ്റ് ചെയ്ത് വേണമെന്ന് പറയുന്നു. ഓക്കെ, ഞാനിതിവിടെ റിഫ്രഷ് ചെയ്യുന്നു. അല്ലേ, എനിക്ക് 6 എണ്ണം മാത്രം വന്നു. ഇതാണ് ഫസ്റ്റത്തെ 6 എണ്ണം മാത്രം വന്നു. ഞാനിത് റിഫ്രഷ് ചെയ്താൽ ഇതെന്നെ ഡാറ്റ വരുന്നുള്ളൂ. സോ എനിക്കിത് രണ്ടാമത്തെ പേജിലേക്ക്, അങ്ങനത്തെ പേജിലേക്കൊക്കെ പോകണ്ടേ. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേജിനേഷൻ്റെ 6 റിസൾട്ട് മാത്രം വന്ന് അതിൻ്റെ ടേബിൾസും കാണിക്കുന്നു. ഇനി നമുക്ക് പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണം ഇങ്ങോട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണം, ഹോമിലേക്ക് പോയിട്ട്, ഇതാണ് നമ്മൾ ബ്ലേഡ് വരുന്നത്. സോ ഈ ബ്ലേഡ് ടെംപ്ലേറ്റ് വരുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഇവിടെയാണ്, ഫോർ ഈ ചെയ്യുന്നത് ഇത്രയും സെക്ഷനിലാണ്. ടീ ബോഡീൻ്റെ ഉള്ളിൽ ടേബിളിൻ്റെ ഉള്ളിലാണ്. സോ ടേബിൾ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് ഒരു ഡിവ് സ്റ്റാർട്ട് ചെയ്തിട്ട്
ഈ വേരിയബിൾ കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വേരിയബിൾ അല്ല, യൂസേഴ്സ് ഏതിലേക്കാണോ പേജിനേറ്റ് ചെയ്യപ്പെട്ടത് ആ വേരിയബിൾ യൂസേഴ്സ്. പല തരത്തിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് ഈ സംഭവം യൂസർ എന്ന് പറയുന്ന ഫോർ ഈച്ചിൻ്റെ ഉള്ളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് അത് വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലതരത്തിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യൂസേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പേജിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലിങ്ക്സ് കിട്ടുള്ളൂ. സോ ഈ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് മെത്തേഡ് ലിങ്ക് അല്ല, ലിങ്ക്സ് സോറി, ഞാൻ എഴുതി മാറിപ്പോയതാണ്. മെത്തേഡ് ലിങ്ക് ഡസ് നോട്ട് എക്സിസ്റ്റ് കാണിക്കുന്നത്. സോ റീഫ്രഷ് ചെയ്യുന്നു. ഇത് കണ്ടല്ലേ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, കുറേ സാധനങ്ങളും ഐക്കൺസും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഐക്കൺസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പേജിനേഷൻ്റെ സംഭവമാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഇനി ഇതാക്കിയിട്ടുണ്ട്. CSS ബൂട്ട്സ്ട്രാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബൂട്ട്സ്ട്രാപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറവലിൻ്റെ പേജിനേഷൻ ലാറവലിനോട് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പേജിനേഷനും ബൂട്ട്സ്ട്രാപ്പ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ മതി എന്നുള്ളത്. സോ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയൊക്കെ. ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇതിൻ്റെ അകത്തല്ലേ റോള് പേജിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെവലിൽ ഫ്ലെക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ഫ്ലെക്സ് ഇതിൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, ഇതിനോട് ലാറവലിനോട് പറഞ്ഞു കൊടുക്കാം നമുക്കിത് ഞങ്ങൾക്ക് ബൂട്ട്സ്ട്രാപ്പ് ആയിട്ട് വേണമെന്നുണ്ട്. സോ നമുക്ക് ഈ പ്രൊവൈഡേഴ്സിൻ്റെ, അതായത് ആപ്പിൻ്റെ ഉള്ളിൽ ആപ്പ് സർവീസ് പ്രൊവൈഡർ ഉണ്ട്. സോ അവിടെ നമുക്ക് പോയി നോക്കിയാൽ 2 ഫംഗ്ഷൻ ഉണ്ടാവുക, രജിസ്റ്ററും ബൂട്ടും ഉണ്ടാവും. ആ ബൂട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താക്കുക, പേജിനേറ്റർ യൂസ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. അതായത് പേജിനേറ്ററിനോട് എന്ന് പറയുക, ആ ക്ലാസ്സിനോട് പറയാണ് നീ പോയിട്ട് ഈ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നുള്ള ലെവലിൽ പറയാണ്. ഓക്കെ, ഈ ഇതിനെ ഇവിടെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഇതിൻ്റെ നെയിം സ്പേസ് ഇഞ്ചെക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, സോ നമ്മൾ അത്രയും പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ റീഫ്രഷ് ചെയ്യുന്നു. ഇതല്ലേ സ്റ്റൈൽ മാറി നോക്കിയാൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ പേജിനേഷനിൽ ഇതിൻ്റെ ഇതാക്കി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ കാണാം അതിൻ്റെ അകത്ത് ഒരു കാണിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ UL ക്ലാസ് വന്നിരിക്കുന്നത്, എൻ്റെ പേജിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് വന്നിരിക്കുന്നത്. സോ അത് പേജിനേഷൻ്റെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് ഇതിൻ്റെ അകത്ത് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ബൂട്ട്സ്ട്രാപ്പിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇത് കാണിക്കുന്നത്. സോ ഇത്രയും വന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ 6 കാണിച്ചു. സോ രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഇവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷണൽ പാരാമീറ്റർ ആയിട്ട് എന്താക്കുന്നത്, പേജ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിൽ 2 എന്ന് പറഞ്ഞിട്ട് പേജിൻ്റെ നമ്പർ ഇവിടെ URL പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനൊന്നും പറയേണ്ടതല്ല, അതെന്താ വെച്ചാൽ കാട്ടട്ടെ. സോ രണ്ടാമത്തെ പേജിൽ നോക്കിയാൽ വേറെ ഡാറ്റയാണ് വന്നിരിക്കുന്നത്. സോ അടുത്ത 6 ഡാറ്റയാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പേജിലേക്ക് വന്നു, വേറെ ഡാറ്റ വന്നു. നാലാമത്തെ പേജിലേക്ക് വന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേജിൽ വരുമ്പോഴും 1, 2, 3 ഇത് ഈ 6 വരെയുള്ളൂ. നോക്കിയേ അല്ലേ, ഈ 6 എല്ലാ പേജിലും ഇതല്ലല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ ആദ്യത്തെ പേജിൽ വരുന്ന സമയത്ത് 6 കറക്റ്റാണ്. രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ ഇത് 12 ഉണ്ട്. ഇവിടെ ഇത് 7 തുടങ്ങി ഇത് 12 തീരണം. സോ അങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഇതിന് സപ്പോർട്ടീവായിട്ട് ലാറവൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പിന് ലാറവലിൻ്റെ പേജിനേറ്ററിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് കുറേ ഹെൽപ്പർ ഫങ്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇനിയിപ്പോൾ സർവീസ് പ്രൊവൈഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്പർ കാണിക്കുന്നത് ലൂപ്പ് ഐട്രേഷൻ എന്ന് പറയുന്ന വേരിയബിളാണ്. ഈ ലൂപ്പ് വേരിയബിൾസ് ഒക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ലൂപ്പ് ഐട്രേഷൻ്റെ ഇതിൻ്റെ ഒപ്പം എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല വിളിക്കേണ്ടത്. നമുക്ക് ലാറവലിൻ്റെ ഏതിനെയാണോ പേജിനേറ്റ് ചെയ്തത് യൂസേഴ്സിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ഐറ്റം, ഓക്കെ, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ആ ഹെൽപ്പറിനെ ഫംഗ്ഷനെ വിളിക്കുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് $ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ഇൻഡെക്സ് ഞാൻ പറഞ്ഞു 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഐറ്റത്തിനോട് ഇൻഡെക്സ് കൂട്ടുന്നത്. സോ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എങ്ങനെയാലും 1 ആയിരിക്കും വരുന്നത്. ആ 1നോട് 0 ഫസ്റ്റ് വരുന്ന ലൂപ്പിൽ വരുമ്പോൾ 0 ആയിരിക്കും ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ 1 തന്നെ അത് കറക്റ്റായിട്ട് വരും. പിന്നെ അടുത്ത ഐറ്റത്തിൽ അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്യുന്ന ഈ പേജ് എന്ന് പറയുന്നതൊക്കെ മാറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. സോ 1 to 6 വരെ വന്നു. 1 to 6 വരെ വന്നിട്ട് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നു അല്ലേ, 7 തൊട്ട് 12 വരെ വന്നു. അടുത്തതിൽ 13 തൊട്ട് 18 വരെ വന്നു. 14 പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് ഓർഡറിലേക്ക് പോകുന്നു. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേജിനേഷൻ എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് പേജിനേറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, പേജിനേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ലാറവലിൻ്റെ
പേജിനേഷൻ എന്ന് പറയുന്ന സാധനം. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ആ ഗെറ്റ് മെത്തേഡ് മാറ്റിയിട്ട് നമുക്ക് പേജിനേറ്റ് എന്ന് പറയുന്ന നമ്പർ എത്ര നമ്പർ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് 10 ഒറ്റ സമയത്ത് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തതിന് ശേഷം നോക്കിയാൽ അതുണ്ട് 10 വന്നു. അടുത്ത രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നു. അതെല്ലാം കറക്റ്റായിട്ട് അത് വർക്ക് ആയിക്കോളും. ഒന്ന് എത്രാമത്തെ പേജിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക്. സോ അതിൻ്റെ പെർഫോമൻസും ഭയങ്കര കൂടുതലായിരിക്കും. ബിക്കോസ് എന്താ വെച്ചാൽ അത്ര ഡാറ്റ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പേജിനേഷൻ എന്ന് പറയുന്നത്, ലാറവലിൻ്റെ പേജിനേഷൻ എന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.